ഒരാൾ വാങ്ങിയിട്ട് ആ വസ്തു അത് ഒരു ഉപകാരമില്ലാതെ ഒരു ഗുണമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അത് പിന്നെ ആരും വാങ്ങൂല, റീസെയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ റീപർച്ചേസ് നടക്കൂല. അത് നടക്കുമ്പോഴാണ് സത്യത്തിൽ ആ ഒരു കമ്പനി നിലനിൽക്കുള്ളൂ. ഇവിടെ നമ്മുടെ എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ ബഹിതമായ പ്രസ്ഥാനം, നാം എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു പ്രസ്ഥാനം ഇത്ര അചഞ്ചലമായി ഇവിടെ നിലനിൽക്കാനുണ്ടായ കാരണം അതിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്പർ 1 ആയത്. ഇതിന് പ്ലാനും നമ്പർ 1 ആകാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടെങ്കിലും വളരെ പ്രധാനമായിട്ട് ഏവരും ഉറ്റുനോക്കുന്നത് പ്രൊഡക്റ്റിനെ തന്നെയാണ്. എതിർചേരിയിലുള്ള ആളുകൾ പോലും, അല്ലെങ്കിൽ മറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എനിക്കറിയുന്ന ഒരാൾ തന്നെ ഉണ്ട്, അദ്ദേഹം മറ്റു കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത്, പേസ്റ്റ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്നതുപോലെ അപ്പോ അത് ഇതിന്റെ ഗുണമാണ്. ഞാൻ സ്ലൈഡ് ഒന്ന് സാറേ, ഞാൻ സ്ലൈഡ് ഒന്ന് സെൻഡ് ചെയ്യണ്ടേ? ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം ടു എം ഐ ലൈഫ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മിനി പ്രൊഡക്റ്റ് എക്സ്പ്ലെയിനിങ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നമ്മുടെ ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കാനോ സൈലന്റ് ആക്കാനൊക്കെ പൊതുവെ പറയാറുണ്ട്. ഹാളെന്ന് പറയുന്നതാണ്, ഇവിടെ നിർബന്ധമല്ല. എന്നിരുന്നാലും പരിസരത്ത് മറ്റു ഫോണുകൾ ഉണ്ടെങ്കിൽ സൈലന്റ് ആക്കുന്നത് നന്നായിരിക്കും. പ്രിയരെ, നമുക്ക് നമ്മുടെ പരിസരങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ഭക്ഷണം, നാം കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു തുടങ്ങി നാം ഉപയോഗിക്കുന്ന ഏത് സംഗതി ഇന്ന് മായത്തിന്റെ പിറകിലാണ്. മായം കലർന്നതാണ്. ഒന്നും ഒരു ശുദ്ധമായ അവസ്ഥയിലൊന്നുമില്ല. അതിൽ ഒറിജിനാലിറ്റി ഒന്നും കിട്ടാനില്ല. ഒരു വെളിച്ചെണ്ണ വാങ്ങുകയാണെങ്കിൽ അതിൽ വെളിച്ചെണ്ണ ഉണ്ടോന്ന് സംശയമാണ്. ഈ രൂപത്തിലല്ലേ നമ്മുടെ എല്ലാ സംഗതികളും. അങ്ങനെ ഓരോന്നും, ഒരു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞുള്ളൂ, മരുന്നാണെങ്കിലും അങ്ങനെ തന്നെ. മുമ്പൊക്കെ കാണിച്ച സ്ലൈഡാണെങ്കിലും ഇവിടെ ഇതൊന്ന് കാണിക്കൽ ആവശ്യമാണ്. ചുമ മരുന്ന് കുടിച്ച് 18 കുട്ടികൾ മരിച്ച സംഭവം ഇന്ത്യൻ കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കി. 2023 വാർത്തയാണ്. 14 മരുന്നുകൾ നിരോധിച്ചു. പനിക്കും ചുമക്കും ഉള്ളവയടക്കം പട്ടികയിൽ. കൂടുതൽ അപകടകാരികളായ 156 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്രം. ഇത് പുതിയ വാർത്ത, ഏറ്റവും പുതിയത്. രാജസ്ഥാനിൽ ചുമ മരുന്ന് കഴിച്ചിട്ട് 2 കുഞ്ഞുങ്ങൾ മരിച്ചു. 1 മാസം ചില്ലറായിട്ടുള്ളത്. 10 പേർ ചികിത്സയിൽ. കഫ് സിറപ്പ് കുടിച്ച് 10 കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. മറ്റു വാർത്ത. രാജസ്ഥാനിലെ BJP സർക്കാർ സൗജന്യ മരുന്ന് പദ്ധതിയിലൂടെ കിട്ടിയ കഫ് സിറപ്പ് കഴിച്ച 5 വയസ്സുകാരൻ മരിച്ചു തുടങ്ങിയ വാർത്തയാണ്. ഇത് പാർട്ടിനെയും ഗ്രൂപ്പിനെയും ഒന്ന് താരം താഴ്ത്താൻ വേണ്ടിയിട്ടൊന്നല്ല, വാർത്ത കട്ടിങ് വായിച്ചതാ. 2 വയസ്സ് വരെ ചുമ മരുന്ന് നൽകരുത്, ഡോക്ടർമാർക്ക് പ്രത്യേക നിർദ്ദേശം. കാരണം അതിൽ അത്രയും പ്രയാസം ഉണ്ടായതുകൊണ്ട് തന്നെയുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ അവസ്ഥ. ഒരു പത്രക്കട്ടിങ്, വളരെ പ്രധാനപ്പെട്ട പത്രക്കട്ടി വാർത്ത. അമിത മരുന്നുപയോഗം രോഗങ്ങൾ ഉണ്ടാക്കും. ഡോക്ടർ BM ഹെഗ്ഡെ, കോഴിക്കോട്. അമിത മരുന്നുപയോഗമാണ് രോഗങ്ങൾക്കിടയാക്കുന്നതെന്ന് കാർഡിയോളജിസ്റ്റും മണിപ്പാൽ സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ BM ഹെഗ്ഡെ പറയുന്നു. ഇതാ വാർത്ത തന്നെയാണ്, വീണ്ടും ഇങ്ങനെ പറയണം. ഉസ്ബെക്കിസ്ഥാനിൽ ചുമക്കുള്ള മരുന്ന് കഴിച്ച് 18 കുട്ടികൾ മരിച്ചു. കേരളത്തിൽ പ്രമേഹ രോഗികൾ കൂടുന്നു. ഹൃദയ ശസ്ത്രക്രിയ കൂടുതലായി നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. ഇന്ത്യയിലാണ് അറ്റാക്ക് കൂടുതൽ. മലബാറിൽ പ്രത്യേകിച്ചും. ഏജ് വിഷയമല്ല. ഇന്ത്യയിൽ ലിവർ രോഗികൾ കൂടുന്നു. മദ്യപാനം ഇല്ലാത്തവർക്ക് പോലും കരൾ രോഗം കൂടുതലായി കാണുന്നു. ഇതൊക്കെ വാർത്തകളാണ്. എന്താണ് കാരണം? ഇത്രയും പ്രയാസം ഇവിടെ വരാനുണ്ടായ എന്താ കാരണം? ഒന്ന്, അമിതമായ മെഡിസിൻ ഉപയോഗങ്ങളും. നമ്മുടെ അഭിപ്രായമല്ല, ഡോക്ടർമാർ തന്നെ പറയുന്നതാണ്. ഫാസ്റ്റ് ഫുഡ് സംവിധാനവും. മലബാറിലാണ് കൂടുതൽ ഫാസ്റ്റ് ഫുഡിന്റെ തട്ടുകട പോലത്തെ സ്ഥാപനങ്ങൾ ഉള്ളതെന്ന് പുതിയ ഒരു കണക്കിൽ എവിടെ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ചൊന്ന് പറയാം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, കേന്ദ്ര സർക്കാരിന്റെയും ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെയും സമ്മതത്തോടു കൂടെ, അല്ലെങ്കിൽ WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അംഗീകാരത്തോടു കൂടിയുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം.
ഇവിടെ കഴിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ രോഗം വരുന്നതിന്റെ മുമ്പ് കഴിക്കേണ്ടതാണ്. അപ്പൊ പൊതുവെ നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് പറയും, നിങ്ങൾ രോഗികളെ തെരഞ്ഞു നടക്കണ്ട, ഇത് രോഗികളെ തെരഞ്ഞു നടക്കാനുള്ള സംഗതി അല്ല എന്ന് പറയാറുണ്ട്. രോഗം വന്ന് കൊടുക്കുന്നത് ഇൽനെസ് ആണ്. രോഗം വന്ന് കൊടുക്കുന്നത് മരുന്ന്. എന്നാൽ രോഗം വരുന്നതിന് മുന്നേ കഴിക്കുന്നത് അത് വെൽനെസ് ആണ്. ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, ഒരു സുരക്ഷയ്ക്ക് വേണ്ടി മുൻകൂർ കഴിക്കുന്നത്. കർക്കിടക കഞ്ഞി കുടിക്കുന്നത് പനി വന്നിട്ടല്ലല്ലോ. അപ്പോ പനി വരാതിരിക്കാൻ വേണ്ടി മുൻകൂർ കഴിക്കുന്ന ഒന്നാണ് നമ്മുടെ കർക്കിടക കഞ്ഞി എന്നതുപോലെ. ഈ വെൽനെസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിവിടെ എലമെന്റ്സ് വിഭാഗത്തെയാണ് കൂടുതൽ എടുത്തു പറയുന്നത്. ദി ഗ്രേറ്റ് വെൽത്ത് ഈസ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. അതൊരു സന്ദേശമാണല്ലോ. ഇവിടെ ഈ ഒരു കമ്പനിയെ, ഈ എലമെന്റ്സ് വിഭാഗത്തിന്റെ ഈ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ 2019, 2022, 2024 ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് വാങ്ങിയ കമ്പനി കൂടിയാണ്. കൂടുതൽ റീപർച്ചേസ് നടന്നു, കൂടുതൽ സെയിൽ നടന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് അതിന്റെ അടിസ്ഥാനം. ചുരുക്കി പറയാം, ഈ 3 വർഷവും അവർക്ക്, ഈ ഒരു കമ്പനിക്കാണ് അതിൻ്റെ ഒരു 1ാം നമ്പറിൽ നിന്നുള്ളൊരു ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇത് തീർത്തും ഫുഡ് സപ്ലിമെന്റ് ആണ് നമ്മുടെ ഐറ്റംസുകൾ, ഒരിക്കലും മെഡിസിൻ വിഭാഗമല്ല. ഇത് ഉണ്ടാക്കുന്നത് മുൾട്ടാനി ഫാർമസ്യൂട്ടിക്കൽസ് ഹരിദ്വാർ ഉത്തരാഖണ്ഡ്, സൂര്യ ഫാർമസ്യൂട്ടിക്കൽസ് വാരാണസി ഉത്തർപ്രദേശ് തുടങ്ങി നമ്മുടെ പരിസരങ്ങളിൽ ഇന്ത്യയിൽ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. പുറത്തുനിന്നൊരു സംഗതിയും കൊണ്ടുവരുന്നില്ല. ഇത് അകത്തേക്ക് കഴിക്കാനുള്ള ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് ആധികാരികമായ സർട്ടിഫിക്കേഷൻസിന് ആവശ്യമാണ്. അതിൽപ്പെട്ട ഒന്നാണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ്, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നൊക്കെ അടങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു മിനിസ്ട്രിയാണ് ഈ ഒരു ആയുഷ് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ സർട്ടിഫിക്കേഷൻ, FSSAI സർട്ടിഫിക്കേഷൻ, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ, ഒറാക്ക് സർട്ടിഫിക്കേഷൻസ് തുടങ്ങി നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾക്കും ഒന്നിലധികവും സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതോടുകൂടെ നോൺ GMO സർട്ടിഫിക്കേഷൻസ്, ഗ്രാസ്, അതുപോലെ ക്ലിനിക്കലി ടെസ്റ്റ്, തീർത്തും വെജിറ്റബിൾ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആയുർവേദ എന്താ പറയുക, വെജിറ്റബിൾ ഐറ്റംസുകളാണ്, തീർത്തും നാച്ചുറൽ ആണെന്ന് തെളിയിക്കുന്ന മറ്റൊരു സർട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ സ്റ്റെബിലൈസ്ഡ് അലിസിൻ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നത്തിന്റെ ഒരു സർട്ടിഫിക്കേഷൻ, GMP സർട്ടിഫിക്കേഷൻ, MHRA മെഡിക്കൽ ഹെൽത്തിന്റെ സർട്ടിഫിക്കേഷൻ തുടങ്ങിയ ഒരുപാട് സർട്ടിഫിക്കേഷൻസുകളുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. കൂടാതെ ഇതിന്റെ പിന്നിൽ 100ഓളം സയന്റിസ്റ്റുമാർ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 40-ലധികം വർഷം ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ, റാൻബാക്സ് തുടങ്ങിയ മേഖലകളിലും മറ്റും പ്രവർത്തിച്ച് പരിചയമുള്ള ബഹുമാനപ്പെട്ട DBA നാരായണ സാർ പോലെയുള്ള, അതുപോലെ മാർക്കറ്റിംഗ് ഹെഡ് ഡോക്ടർ KK രാജേഷ് തുടങ്ങിയുള്ള ബഹുമുഖ പ്രശസ്തരായിരിക്കുന്ന സയന്റിസ്റ്റ്മാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ അത്രയും കെട്ടുറപ്പോടുകൂടിയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനമായിട്ട് പറയാനുള്ള സംഗതി, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരിക്കലും ഒരു മരുന്നല്ല. ഒരിക്കലും ആധുനിക സംവിധാനത്തെ, ആധുനിക മരുന്നുകൾക്ക് പകരവുമല്ല. അങ്ങനെ മനസ്സിലാക്കരുത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഓടിപ്പോകേണ്ട ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിന് ഒരു ബദൽ സംവിധാനമായിട്ടുള്ള സംഗതി അല്ല എന്ന് ആദ്യം നാം മനസ്സിലാക്കണം. പിന്നെ എന്തിനാ അത് കഴിക്കുന്നത്? ഇത് കഴിച്ചിട്ട് വല്ല ഗുണം കിട്ടുന്നുണ്ടോ? ഗുണം കിട്ടുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്, പലതും അസുഖങ്ങൾ മാറി കിട്ടുന്നുണ്ട്. അതെങ്ങനെ? അത് നമ്മൾ മരുന്ന് എന്നുള്ള ഗണത്തിൽ കൊടുത്തിട്ടല്ല, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ വിറ്റാമിൻസുകളും മിനറൽസുകളും അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് പോഷകങ്ങളൊക്കെ ശരീരത്തിലേക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അത് കിട്ടുക എന്നുള്ളത് ആ ശരീരത്തിന്റെ അവകാശമാണ്. അപ്പൊ അത് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് രോഗങ്ങൾ വരും. അപ്പൊ പണ്ട് മുതലേ നാട്ടിൻപുറത്ത് ഒരുപാട് സംഗതികൾ നമുക്ക് കിട്ടിയിട്ടിരുന്നു. ചക്ക, ചേന, ചേമ്പ് തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ, അതുപോലത്തെ മരുന്ന് ഔഷധ ചെടികൾ പലരും അരച്ചു കുടിച്ചു കണ്ടും ഒക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതൊന്നും കിട്ടാനില്ല, നമ്മൾ കഴിക്കുന്നില്ല. പനി വന്നാൽ ചുക്കാപ്പി മാത്രം കുടിക്കുക, അത് മാത്രം എല്ലാവർക്കും അറിയാം. ബാക്കിയൊരു സംഗതി ആർക്കും അറിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ, പണ്ടത്തെ മാതിരിയല്ല. അപ്പൊ നമ്മൾ ഏതൊരു വീട്ടിലും, എൻ്റെ വീട്ടിലടക്കം ഏതൊരു വീട്ടിലും ഭക്ഷണ രീതി ഇപ്പൊ എന്താണ്? ഒരു അരക്കിലോ അരിയോ അല്ലെങ്കിൽ 4 അരി തീമക്കും, അത് പുഴുങ്ങി വെക്കും. ശേഷം ഒരു 100-50 രൂപക്ക് മീൻ വാങ്ങി തിളപ്പിച്ചും വെക്കും. എന്തെങ്കിലും ഒരു ഉപ്പേരി, ഒരു പപ്പടം, ഒരു ചമ്മന്തി ഇന്ത്യയിൽ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ഭക്ഷണം റെഡി. ഇത് കാലാകാലത്താണ്. വേനൽ വർഷമില്ലാതെ ഇതേ രീതിയിലാണ് നമ്മുടെ എല്ലാവരും വീട്ടിൽ നടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് അതിലൂടെ ഒന്നും ലഭിക്കുന്നില്ല സത്യത്തില്, ശരീരത്തിക്ക് ആവശ്യമായ. അപ്പൊ നമ്മൾ രോഗികളാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ശരീരത്തിന് ആരോഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ
ഒരുപാട് ഹെർബുകൾ നാട്ടുപുറത്തുണ്ട്. അതൊക്കെ കുത്തി കലക്കി തരുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു സംവിധാനം. അതൊക്കെ നമ്മൾ ആവശ്യത്തിലേക്ക്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ പുറമേ നിന്ന് കൊടുക്കുകയാണ്. അപ്പൊ അത് കിട്ടുമ്പോൾ ശരീരത്തിന്റെ ആ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ശരിക്കും വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ആ രോഗകാരണം ഇല്ലാതാകുന്നു. അതോടുകൂടെ രോഗം മാറുന്നു. അതല്ലാതെ ഇതൊരു മരുന്നായിട്ട് കണക്കൂട്ടിയിട്ട് ഏതൊരു രോഗത്തിനും ഓടിച്ചെന്നുകാണ്ട് കഴിക്കും ഒരു ഇംഗ്ലീഷ് മരുന്നിന് പകരമായിട്ട് കഴിക്കേണ്ടതല്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു കമ്പനിയും പിടിച്ചു നിർത്തുന്നത് അതിന്റെ പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അതില്ലെങ്കിൽ, അത് ക്ലിയർ അല്ലെങ്കിൽ ഒരിക്കലും ആ കമ്പനി നിലനിൽക്കില്ല. ഇവിടെ നമ്മുടെ കമ്പനി നിലനിൽക്കാൻ പ്രധാന കാരണം നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. അതിൽ രാജാവായിട്ട് പറയപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കവചപ്രാശം. പ്രതിരോധ ശേഷി കൂട്ടുന്നു. അടിക്കടിയുള്ള ചുമ, ജലദോഷം, തുമ്മൽ എന്നിവ തടയുന്നു. ശരീരത്തിന്റെ എനർജി നിലനിർത്തുന്നു. അലർജി ഇല്ലാതാക്കുന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ് ബ്രഹ്മി ഉണ്ടായതുകൊണ്ട്. പ്രധാന ചേരുവ നെല്ലിക്ക, ദശമൂലം, പുത്തരിച്ചുണ്ട്, അശ്വഗന്ധ, ആടലോടകം, കീഴാർനെല്ലി തുടങ്ങി 40-ലധികം 42ഓളം ഉൽപ്പന്നങ്ങളും ദശമൂലം ഉണ്ട്. ദശമൂലം എന്ന് പറഞ്ഞാൽ 10 മൂലകങ്ങളാണ്. അപ്പോ 51 അപ്പൊ 50-ലധികം ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുള്ളായ കുങ്കുമം ബ്രഹ്മി അടങ്ങിയത് കൊണ്ട് തന്നെ വലിയ ഫലം ചെയ്യുന്ന ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരേ ഒരു ചവനപ്രാശ രൂപത്തിൽപ്പെട്ട സംഗതിയാണ് നമ്മുടെ കവചപ്രാശം. ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഉൽപ്പന്നം ഇതല്ലാതെ ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കണം. ഏത് പ്രായക്കാർക്കും കൊടുക്കാം. ഇതുകൊണ്ട് ഷുഗർ ഒന്നും ഉണ്ടാവില്ല. തേനും ശർക്കര ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പിന്നെ ഈ ഷുഗർ കൂടുമെന്ന് പേടിച്ചു വരുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ലാതെ ഇതുകൊണ്ട് ഷുഗർ കൂടില്ല എന്നുള്ളതിനെ പറയുന്നത്. ഇതിന് ശരിക്കും ടോണിക് മാതിരി, ഒരു ഹെൽത്തി ടോണിക്കുമായി എല്ലാവർക്കും കഴിക്കാം. ക്ഷീണത്തിന് നല്ലതാണ്, എനർജി കൂട്ടാൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് സാധനം ഓരോന്ന് ഇത്രത്തോളം സമയം വിശദീകരിക്കുമ്പോൾ കാര്യങ്ങൾ ഫുള്ള് പറയാൻ പറ്റാത്ത അവസ്ഥ. അദ്ദേഹത്തിന് ഫുള്ള് പറയാൻ സാധിക്കൂല. 295 ആന്റി ഓക്സിഡന്റ് ധാരാളമുള്ള ഒരു ഉൽപ്പന്നമാണിത്. ഇത് നമ്മളെ ഈ അതുപോലത്തെ ഈ പാർക്കിൻസൺസ്, അതുപോലെ തന്നെ സ്ട്രോക്ക് ഒക്കെ വന്ന ആളുകൾക്കൊക്കെ വലിയ ഗുണം ചെയ്യുന്ന ഉൽപ്പന്നമാണ്. ആന്റി ഓക്സിഡന്റ് ധാരാളം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള സെല്ലുകൾ എന്തെങ്കിലും വർക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായിട്ട് പിന്നീട് ക്യാൻസർ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിരുന്ന 9 ലക്ഷം മൊറാക്കി വാല്യൂ ഉള്ള നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ 95 എന്ന ഒരു അത്ഭുത ജ്യൂസ്. ന്യൂട്രിലൈഫ ശരിയായ ശരീര വളർച്ചയ്ക്ക്, പ്രായഭേദമന്യേ എല്ലാവരുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. തടി കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. വെള്ളപ്പോക്ക് പോലത്തെ പ്രശ്ന പരിഹാരത്തിന് സ്ത്രീകൾക്ക് വളരെ ഉത്തമമാണ്. കാൽസ്യം, അയൺ, ഫോളിക് ആസിഡ് പോലെ സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, പ്രോട്ടീൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളുള്ള സംഗതിയാണ്. ഈ ഒരു സംഗതിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഗുണം കിട്ടിയ സംഗതിയാണ്. എൻ്റെ ഉമ്മാനെ സോഡിയം കുറഞ്ഞിട്ട് ഇടക്കിടക്ക് അഡ്മിറ്റ് ആക്കാറുണ്ടായിരുന്നു. അതിൽ നിന്ന് എൻ്റെ ഉമ്മാനെ രക്ഷപ്പെടുത്തിയത് ഈ ഒരു ഉൽപ്പന്നമാണെന്ന് കൂടി ഇതിൽ കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നു. പിന്നെ പ്രോട്ടീൻ പൗഡർ ഈ ജിമ്മിൽ പോകണതിൽ മാത്രമല്ല കഴിക്കുക. എല്ല് വളർച്ചയ്ക്ക്, കുട്ടിയുടെ ശരീര വളർച്ചയ്ക്ക്, ശരീരത്തിൽ കറക്റ്റായി പോഷകം കിട്ടാനൊക്കെ നല്ലതാണ്. സോയ പ്രോട്ടീൻ അത് കാര്യമായിട്ട് ഇതിലുള്ളത്. നെല്ലിക്ക, ബ്രഹ്മിയൊക്കെ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സമ്പൂർണ്ണ ആയുർവേദിക് പ്രോട്ടീൻ പൗഡറാണ്. ഇത് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല. ഇത് അപ്പത്തിൽ ചേർത്ത് കൊടുക്കാം, കഞ്ഞിയിൽ ചേർത്ത് കൊടുക്കാം, പാല് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാം. ഏത് രൂപേണയും അത് അകത്ത് പോയാൽ മതി. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ഏതൊന്നിൻ്റെ ഒപ്പം കൂട്ടി കൊടുക്കാൻ പറ്റും. സ്പൈറുല ഗോൾഡ് ഇതൊരു നീലഹരിത പായലും കൂടിയാണ് ഈ സാധനം. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഒരുവിധം എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നം. വിറ്റാമിൻ നല്ലതാണ്. കണ്ണിന്റെ കാഴ്ചക്ക് നല്ലതാണ്. ശരീരത്തിന്റെ പ്രവർത്തനത്തിന്, ലിവറിന് നല്ലതാണ്. ശരീരത്തിൽ മുറി ഉണ്ടെങ്കിൽ മുറി ഉണങ്ങാൻ നല്ലതാണ്. omega-3 ഫാറ്റ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഒക്കെ വലിയ ഗുണം ചെയ്യും. ഫാറ്റി ലിവർ പോലത്തെ കേസിലുള്ള ആളുകൾക്ക് വളരെ ഫലം ചെയ്യുന്നുണ്ട്. പാലിലുള്ളതിനേക്കാൾ കാൽസ്യവും ഇലക്കറികളിലുള്ളതിനേക്കാൾ അയണും അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധത്തിനും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്തമായ സമ്പൂർണ്ണ പോഷകാഹാരമാണ് അതിനെപ്പറ്റി പറയുന്നത്. നെർവ് അലർജി ഇതൊരു പുതിയ ഉൽപ്പന്നമാണ്. കൈകാൽ തരിപ്പിന് ഇറങ്ങിയേക്കാൻ ഇത് വളരെ ക്ഷാമമായത്, ഒരുപാട് കിട്ടാത്തൊരവസ്ഥ വന്നു. കാരണം എന്താ വെച്ചാൽ അത്രയും പവർഫുൾ ആണല്ലോ ഈ സാധനം. നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നല്ല റിസൾട്ട് ഉള്ള ഉൽപ്പന്നമാണ്. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ വിറ്റാമിൻ സി ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുടിക്കും നല്ലതാണ്. തൊലിപ്പുറത്ത് രോഗമുള്ള ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുമ്പോൾ വിറ്റാമിൻ സി കൂട്ടിക്കൊടുക്കൽ ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ മുരിങ്ങ ക്യാപ്സൂൾ. ഊർജ്ജം നൽകും, ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് നല്ലൊരു പോഷകാഹാരിയാണ് ഈ ഉൽപ്പന്നം. ആന്റി ഓക്സിഡന്റ് ധാരാളമുണ്ട്. ഫ്രീ റാഡിക്കലിനെ ഒഴിവാക്കാൻ പറ്റി സാധിക്കുന്ന നല്ലൊരു ഉൽപ്പന്നമാണ്. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. ഇതിന് വേറെ ഗുണം കൂടി ഉണ്ട് കേട്ടോ. പ്രഷറുള്ള ആളുകൾ കഴിക്കുന്ന നല്ല ലോ പ്രഷർ ആയി കിട്ടും ഇതിന്.
എന്നാൽ തീരെ പ്രഷർ കുറയുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു ഗുണം ചിലപ്പോൾ പ്രയാസം വരാൻ സാധ്യതയുണ്ട്. മുരിങ്ങ പ്രഷറിനെ കുറക്കുമല്ലോ. അപ്പൊ എപ്പോഴും കഴിക്കാൻ നല്ല സ്ഥിരം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. പിന്നെ നാൽസ്യം, നമ്മുടെ ശരീരത്തിലെ എല്ല് പൊട്ടുക, പല്ല് പൊട്ടുക, നഖം പൊട്ടി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൊതുവെ എന്താണ് കാൽസ്യക്കുറവുള്ള ഒരു സംഗതി കൊണ്ട് വരുന്നതാണ്. നമ്മുടെ ഈ പെട്ടെന്ന് വീണാൽ അപ്പൊ തന്നെ എല്ലൊക്കെ പൊട്ടും, കുറച്ച് മുതിർന്ന വയസ്സായ ആളുകൾക്കൊക്കെ അത് ഈ കാൽസ്യത്തിന് കുറവുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് കഴിക്കാം. മുടിയുടെ വളർച്ചക്കും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ ഈ ഒരു നാൽസ്യം ആവശ്യമാണ്. അതുപോലെ ശരീരത്തിന്റെ എല്ല് തേയ്മാനം ഉണ്ടല്ലോ മുട്ടിന്റെ ഒക്കെ, അതിന് ഈ ഒരു ഉൽപ്പന്നം കൊടുക്കും. മൊത്തത്തിൽ എല്ലും പല്ലുമായി ബന്ധപ്പെട്ട ആ ഒരു സംഗതിക്കുള്ളതാണ് ഇത്. വലിയ ഗുണം ചെയ്യുന്ന ഉൽപ്പന്നമാണ്. ബിലോത്തരച്ചിൻ പനിക്കുള്ളതാ. കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പനി, പകർച്ചപ്പനി. നമ്മുടെ എത്ര വലിയ പനിയാണെങ്കിലും 3 ദിവസം 2 ദിവസം ഇത് കൊടുത്താൽ മതി, ഒന്ന് മാറും. ഇതുകൊണ്ട് മാറാത്ത രോഗമാണെങ്കിൽ കമ്പനി തന്നെ പറയുന്നത് 2 ദിവസം നോക്കാൻ പറയുന്നുള്ളൂ, പിന്നെ ഡോക്ടറെ അടുത്ത് പോകണം. കാരണം സാധാരണ എന്തെങ്കിലും വല്ല വൈറസ് പോലത്തെ കാരണങ്ങൾ കൊണ്ടുള്ള പനിയാണെങ്കിൽ ഒരു പക്ഷേ മാറിക്കോണമെന്നില്ല. നേരെ പക്ഷേ കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള പനിയാണെങ്കിൽ ഇതുകൊണ്ട് തന്നെ അത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഒരുപാട് റിസൾട്ട് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ്. കൂടുതൽ പറയാം, ഓരോന്നിനും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സമയം ദൗർബല്യമാണ്. ലിവാഗേൻ സിറപ്പ്, ലിവാഗൻ ക്യാപ്സൂള് കരളിലും രക്തത്തിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കരളിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിച്ച് കരൾ സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു. ദഹനരസത്തിന്റെ കുറവ് മൂലം വരുന്ന ദഹനക്കുറവ്, ഗ്യാസ്, പുണ്ണ്, അസിഡിറ്റി തുടങ്ങിയവ കുറക്കാൻ സഹായിക്കുന്നു എന്നാണ് ഇത് സംബന്ധിച്ച്. ഇത് ഒരുപാട് ഫാറ്റി ലിവർ നല്ല സാധനമാണ്. അതുപോലെ തന്നെ പിന്നെ ഈ മഞ്ഞപ്പിത്തത്തിന് വലിയ ഗുണം ചെയ്യുന്ന ഉൽപ്പന്നമാണ്. ഒരുപാട് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ലിവാഗൻ. ഈ സാധനം എനിക്ക് റിസൾട്ട് തന്ന ആളാണ്. സോറി, ഒരു മിനിറ്റ്. ₹18 വിലയുള്ള ഗ്യാസിന്റെ ഗുളിക 2 നേരം കഴിച്ചിരുന്ന ആളാണ് ഞാൻ. ആ ഒരു സാധനം ഇപ്പല്ല. 98 മുതൽ ഏകദേശം ഇപ്പൊ 2021 ഞാൻ മൈലേജിൽ വരുന്നത്. അതുവരെ കഴിച്ചിരുന്നു ഗ്യാസിന്റെ ഗുളിക സ്ഥിരം. ഇപ്പൊ കഴിക്കുന്നില്ല, എനിക്ക് കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സ്ഥിരമായിട്ട് അതിന്റെ പിന്നാലെ കൂടുക, അതില്ലെങ്കിൽ ആവൂല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തില്ല. അത് മാറ്റം വരുന്നത് നമ്മുടെ ലിവാഗേനാണ്. ഇതാണ് അവസ്ഥ. വളരെ റിസൾട്ട് ഉണ്ട്. പുണ്ണ്, അസിഡിറ്റി പോലത്തെ കാര്യങ്ങൾ അതും ഇമ്മ്യൂണിറ്റിയും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പ്രോബയോട്ടിക്കാണ്. ദഹനത്തിന് ആവശ്യമായ നല്ല ബാക്ടീരിയകളെ ഉണ്ടാക്കി കുടലിനും വയറിനും ശക്തി പകരുന്ന നല്ല ഉൽപ്പന്നമാണ്. ഉച്ചക്ക് ഒന്നാമത് കഴിക്കേണ്ടത്. ഇമ്മ്യൂണോത്രി ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, പൊളിച്ചു തികട്ടൽ, ദഹനക്കുറവ്, ചെറിയ വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കും അത് ത്വക്കിനെ സംരക്ഷിക്കുന്നത് നല്ലതാണ്. കണ്ണിന് കാഴ്ചക്ക് നല്ലതാണ്. പ്രതിരോധം കിട്ടും, രോഗപ്രതിരോധ ശേഷി കൂട്ടും. ഇത് നെല്ലിക്ക, താന്നിക്ക, കടുക്ക, ഇരട്ടി മധുരം, ഈ 4 ഐറ്റംസ് മഹാത്രിഫല കൂട്ടാണ്. ത്രിഫല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക, താന്നിക്ക, കടുക്ക. അതിൽ ഇരട്ടി മധുരം കൂട്ടുമ്പോൾ മഹാത്രിഫലയാണ്. ഇനി അൻറ്റാസിഡ്, ഹെർബൽ അൻറ്റാസിഡ്. ഇത് ഗ്യാസിന്റെ പെട്ടെന്നുള്ള പ്രശ്നത്തിന് പരിഹാരമാണ്. നന്നായിട്ട് വയറിങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്ത് ഇതൊന്ന് കഴിച്ചാൽ നല്ല ഗുണം ചെയ്യും. ഗ്യാസിന്റെ ആ വയറൊക്കെ ഒന്ന് പൊതും. അതുപോലെ കുട്ടികൾക്കുള്ള വയറോ സംബന്ധമായ വിഷയത്തിനുള്ളതാണിത്. ഇത് കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. വരുന്ന കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഇവിടെ കുട്ടികളെ വല്ലാതെ കൊണ്ടുവരും. ആ സമയത്ത് അവർക്ക് ഇത് കൊടുക്കാറുണ്ട്. എപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാകുന്ന ഉൽപ്പന്നം കൂടിയാണ്. കുട്ടികൾക്ക് ദഹനക്കുറവ്, അത് ഈ എപ്പോഴും പൊറുതിയോട് കാട്ടി കുട്ടികൾ ഇങ്ങനെ കാര്യമല്ലോ, അതിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ഒരു ആയുധം. പിന്നെ ശോധനക്കുറവിനുള്ളൊരു ഉൽപ്പന്നം, പൈൽസിന്റെ പ്രയാസമുള്ള ആളുകൾക്ക് ഒരു ക്യാപ്സൂള്. അതിന് അകത്തേക്ക് വെക്കാൻ ഒരു തിരിയൊക്കെ ഉണ്ട്. ഇതിനൊപ്പം ഒരു ട്യൂബ് നീളത്തിൽ, അതൊരു ഓയിൽമെന്റ് ആണ്. ഉള്ളിലേക്ക് തിരികെ വെച്ചാൽ ഉള്ളിൽ കൊടുക്കാനുള്ള സംഗതിയാണ് പൈൽസിന്റെ. പിന്നെ മാൻശക്തിമാൻ ക്യാപ്സൂൾ. ഇതിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും വലിയ നാവാണ്. കാരണം ഇത് അനേകം ആളുകൾക്ക് മക്കൾ ഉണ്ടാകാൻ സഹായിച്ച ഒരേ ഒരു ഉൽപ്പന്നമാണിത്. ആയിരക്കണക്കിന് ആളുകൾക്ക് മക്കൾ ഉണ്ടായി എന്നുള്ളതാണ് പൊതുവെ ഇതിനെ സംബന്ധിച്ച് GTS സെന്ററുകളിലൊക്കെ പറയാറുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം. പിന്നെ സംബന്ധിച്ച് ഞാൻ തന്നെ ഇത് കൊടുത്തിട്ട് 7ഓളം ആളുകൾക്ക് മക്കളായ സന്തോഷം എനിക്ക് പറയാനുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഉമർ ഉസ്താദിന്റെ കെയറോപ്പിൽ തന്നെ പലപ്പോഴും 10-50 കുട്ടികൾ ഉണ്ടായി എന്നുള്ള ഇപ്പൊ നാളെ ഉസ്താദിനാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇത് ഗുണം കിട്ടിയ ഒരു ഉൽപ്പന്നമാണിത്. ഇത് സഫേദ് മുസ്ലി, നായ്ക്കുറിന പരിപ്പ് തുടങ്ങിയുള്ള അശ്വഗന്ധ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇതിലുള്ളതൊക്കെ ലൈംഗികമായ പ്രയാസത്തിന്, ലൈംഗികമായ ഉത്തേജനക്കുറവിന്, അതുപോലെ അതിന് പെട്ടെന്ന് മാർക്കറ്റിൽ ലഭിക്കും 2 മണിക്കൂർ മുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ലഭിക്കുന്ന ചില ഗുളികകളൊക്കെ ഉണ്ട്. വയാഗര വിഭാഗത്തിൽപ്പെട്ട അതല്ലത്. അത് മനസ്സിലാക്കണം ആദ്യം തന്നെ. ഇത് 3-4 മാസം സ്ഥിരമായിട്ട് കഴിച്ച്
ആ ഭാഗത്തുള്ള നാഡീനരമ്പുകൾക്ക് ശക്തി നൽകാനുള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ കൃത്യമായി അത് കഴിക്കുക തന്നെ വേണം. ഒരു ബോട്ടിൽ കൊണ്ടുപോയി കഴിച്ചിട്ട് എനിക്ക് സുഖമായില്ല എന്ന് പറഞ്ഞു വരുന്നവർക്ക് ഇത് കൊടുക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് ഫീലിംഗ് അയൺ സിറപ്പ്, അതിന് ക്യാപ്സൂൾ ഉണ്ട്. ഇവിടെ ശരീരത്തിലെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യ ഘടകമാണ് ഹീമോഗ്ലോബിൻ, രക്തത്തിലെ ചുവന്ന അണുക്കൾ. അത് കുറയുമ്പോൾ ശരീരത്തിന് അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ വരും. അനീമിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആള് തകരം കൊണ്ട് രക്തം കയറ്റിക്കൊണ്ട് നിൽക്കേണ്ട സാഹചര്യം വരും. വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ഒരു ബെറി ജ്യൂസ്. ഇത് സംഗതി നമുക്ക് ഹീമോഗ്ലോബിൻ ആവശ്യമുള്ള ശരീരത്തിൽ ഉണ്ടാക്കി തരുന്നത്. ഇതിൽ ക്യാപ്സൂളിൽ നമുക്ക് കാൽസ്യം കൂടി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് വളരെ ഫലവത്തായ വലിയൊരു ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ ഡയാബലൈഫ് 100% അലിസിൻ ഉൾപ്പെട്ടുള്ള സ്റ്റെബിലൈസ് ചെയ്ത അലിസിൻ ഉൾപ്പെട്ട ആയുർവേദ ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ഒരു സാധനം. ഇത് കമ്പനി നേരിട്ട് നിർമ്മിക്കുന്നതല്ല, ഇത് പാറ്റന്റ് കൊടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ സർട്ടിഫിക്കേഷൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷത്തുടങ്ങി. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് സാധാരണഗതിയിൽ നമ്മുടെ HbA1c 3 മാസത്തിൽ ടെസ്റ്റ് ഉണ്ടല്ലോ, ആ ടെസ്റ്റ് നോക്കിയിട്ട് അതിന്റെ അളവിനനുസരിച്ച് കൂട്ടി കുറച്ചോ കഴിക്കേണ്ടതാണ്. ഒരു 3-4 മാസം കഴിക്കുമ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, അവർ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കഴിച്ചിട്ട് പെട്ടെന്ന് അത് നിർത്തിയാണ്ട് ഇത് തുടങ്ങുമ്പോൾ അത് അവതാളത്തിലാവും. അതൊരു കഴിക്കട്ടെ, അതോടുകൂടെ സമയം തെറ്റിച്ചിട്ട് ഒന്നിച്ചു പോയി പിന്നീട് അവർക്ക് നിർത്താൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കാം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ അമിതമായ കഫം ഉണ്ടായി ശ്വാസകോശത്തിന് തിങ്ങലും അതുപോലെ തന്നെ കിതപ്പ് പോലെയുള്ള വിഷയങ്ങളും ഒക്കെ ഈ വിഷയത്തിന് ഈ കൊറോണ ഉണ്ടായ ആളുകൾക്കൊക്കെ ശ്വാസകോശം ചുങ്ങുന്ന സ്വഭാവമുണ്ട്, ശുഷ്കിച്ചു വരുന്ന സ്വഭാവം. അതിന്റെ ദ്വാരങ്ങളൊക്കെ ആ ഒരു സുഷിരങ്ങളൊക്കെ അടഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന നല്ല ഉൽപ്പന്നമാണ് നമ്മുടെ ആയുശ്വാസ്. നല്ല റിസൾട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതൊരു കഫിനില് കഫം പുറന്തള്ളാനും ഒക്കെയുള്ള ഉൽപ്പന്നമാണ്. സ്വാഭാവികമായിട്ട് ഇത് കഴിക്കുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്ന് ഒന്ന് കൂടുന്ന് പറയണം. കാരണം ഈ ചുമ എന്നുള്ളത് രോഗം അല്ലല്ലോ. ഉള്ളിൽ വന്ന ആ അണുവിനെ അല്ലെങ്കിൽ ആ ഒരു എന്തോ ഒരു ശല്യം ശരീരത്തിൽ പുതിയതായിട്ട് വന്നപ്പോ ആ അടിഞ്ഞുകൂടിയ കഫത്തെ പുറന്തള്ളാൻ വേണ്ടി ശരീരം തന്നെ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ചുമ. ആ ചുമയല്ല നമ്മൾ നിർത്തുന്നത്, ആ ചുമക്കുള്ള കാരണത്തെയാണ്. അപ്പൊ ആ കാരണം പുറത്തള്ളാൻ വേണ്ടി കുറച്ച് കൂടുതൽ ചുമച്ചു എന്ന് വരും. അപ്പൊ ആ കാര്യം ഇത് കൊണ്ടുപോകുന്നവരോട് പറയണം, 2 ദിവസം നല്ലോണം ചുമക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം. തുളസി, ആടലോടകം, കൊഴിഞ്ഞലി, ഇരട്ടി മധുരം തുടങ്ങിയുള്ള ത്രിഫലി, നീലപുഷ്പം, കന്തകാരി, കച്ചോലം, പുതിന തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതിലുള്ളത്. അപ്പൊ നല്ല റിസൾട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ കമ്പനിയില്. വുമൻ കമ്പാനിയൻ, സ്ത്രീകളുടെ കൂട്ടുകാരി എന്നാണ് അതിന്റെ അർത്ഥം. ആർത്തവ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരികമായ പ്രയാസത്തിനും വയറുവേദനക്കും അമിതമായ ആർത്തവം, തീരെ ആർത്തവമില്ലാത്തൊരവസ്ഥ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇതുണ്ടാകുന്ന സമയത്തൊക്കെ കൂടുതൽ മാനസികമായി തകർന്ന് തലവേദന പോലെയുള്ള വിഷയങ്ങളൊക്കെ വരുന്ന വയറുവേദന വന്ന് ഒരുപാട് പ്രയാസപ്പെടുന്ന ധാരാളം പെണ്ണുങ്ങൾ നമുക്കറിയാം. അപ്പൊ അതിനൊക്കെ വലിയ ഫലം ചെയ്യുന്ന ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ അബോർഷൻ ആവുന്ന കേസിന് വലിയ ഫലം ചെയ്യുന്നു. ഒരുപാട് പ്രാവശ്യം അബോർഷൻ ആയ ആളുകൾക്ക് 3-4 മാസത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അബോർഷൻ ആകാതെ മക്കൾ ഉണ്ടാകാൻ ആ ഒരു ഉമ്മയെ സഹായിക്കുന്നു, ആ ലേഡിയെ സഹായിക്കുന്നു. ഗർഭപാത്രത്തിന്റെ യൂട്രസിന്റെ ആരോഗ്യത്തിനുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ ഈ വുമൻ കമ്പാനിയൻ. സൈക്ലോവ, അതുമായി ബന്ധപ്പെട്ട് PCOD, PCOS പോലെയുള്ള വിഷയങ്ങളിലേക്ക് സൈക്ലോവ കഴിക്കുക എന്നുള്ളത് കൂടിയാണ്. ഹെൽത്ത്, തൈറോയിഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിനാണ്. ആ ആരോഗ്യത്തെ സംരക്ഷിച്ച് ശരീരത്തിലേക്ക് ആവശ്യമായ അത് തൈറോയിഡിന്റെ ആ ഗ്രന്ഥി കറക്റ്റായിട്ട് പ്രവർത്തിച്ച് വേണ്ട മൂലകങ്ങൾ ശരീരത്തിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്നു. അതിന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. അത് നമ്മളെ ഡയാബലൈഫ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ തന്നെയാണ് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ഡയാബലൈഫ്. ഷുഗർ കുറക്കാനല്ല, അത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ. എന്നതുപോലെ ഇതൊക്കെ ഗ്രന്ഥിയുടെ ആരോഗ്യമാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. സ്ട്രെസ്, മാനസിക ക്ലേശങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുന്നതാണ്. ഉത്കണ്ഠ, മനക്ലേശം എന്നിവ അനുഭവിക്കുന്നവർക്കും ഉറക്കമില്ലായ്മ, മാനസിക ഊർജമില്ലായ്മ എന്നിവക്കൊക്കെ വലിയ ഗുണം ചെയ്യുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ഒരു അശ്വഗന്ധയാണ് പ്രധാനമായിട്ട് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരത്തിനും മനസ്സിനും നല്ല കുളിർമ നൽകുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ സ്ട്രെസ്. പിന്നെ നോവേദന ക്യാപ്സൂള്, എല്ല് തേയ്മാനം, എല്ലിന്റെ ഉള്ളത്തെ വേദന, ശരീരവേദന, കണിപ്പുകളിലെ വേദന, സന്ധികളുടെ വേദന, ആമവാദം, സന്ധിവാദം തുടങ്ങിയ ഒരുപാട് വാദങ്ങൾക്ക് പറ്റുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ നോവേദന ക്യാപ്സൂള്. പിന്നെ അതിന്റെ ജെല്ലുണ്ട്, പേശിവേദന, സന്ധിവേദന, അത് പ്രത്യേകിച്ച് മുട്ടി പോലെയുള്ള ചില പർട്ടിക്കുലർ ഏരിയയിൽ വേദന ഉണ്ടാകുമ്പോൾ അവിടെ തേക്കാനുള്ളതാണ് നമ്മുടെ ഈ ഒരു നോവേദന ജെല്ല്. തലവേദനക്കൊക്കെ പറ്റുന്ന നല്ല റിസൾട്ടുള്ള ഉൽപ്പന്നമാണ്.
ചാമ്പി തൈലം നല്ലൊരു ബോഡി മസാജിങ് ഓയിലാണ്. ഇത് മൂന്നാല് ഉപയോഗങ്ങളുണ്ട് ഇതിന്. ചാമ്പി തൈലം ശരീരവേദനയ്ക്ക് മൊത്തം തേച്ച് കുളിക്കാനുള്ള ഒരു നല്ലൊരു മസാജിങ് ഓയിലാണ്. അതോടുകൂടെ മറ്റൊരു സംഗതിയാണ് നമ്മുടെ തലവേദനക്ക് ഉറക്കക്കുറവിനൊക്കെ ഇത് രാവിലെ തേച്ച് തലക്ക് തേച്ചിട്ട് തലയിൽ തേച്ച് കുളിക്കാനുള്ള ഉൽപ്പന്നമാണത്. അത് പറ്റും. അതുപോലെ കുട്ടികൾക്ക് ചെവി വേദന ഉണ്ടാകുമ്പോൾ കോഴിത്തൂവലൊക്കെ ആക്കി ചൂടാക്കിയിട്ട് ചെറുതായിട്ട് വെച്ചു കൊടുത്താൽ ചെവി വേദന പോകുന്നുണ്ട്. മുഖകാന്തിക്ക് തേച്ച് മസാജ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഉൽപ്പന്നമാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, തീരെ എണ്ണ ഉപയോഗിക്കാത്ത അതാണ് തീരെ എണ്ണ ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ അവർ ഒന്നായിട്ട് തലക്ക് ഇട്ട് കഴിഞ്ഞാൽ പെരടി വേദന നിർബന്ധമാണ്. അവര് സാവധാനം ശ്രദ്ധിച്ച് തേക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നോർമലായിട്ട് എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും മൂർധാവിൽ ഒന്നായിട്ട് ഇടുക എന്നുള്ളതല്ല. തലയൊട്ടി തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒപ്പം ഒരു ഓഫർ ഉണ്ട്. നമുക്ക് എന്താണ് ഓഫർ? മുടി കൊഴിച്ചിൽ നിൽക്കുന്നുള്ളതാണ്. മുടിയുടെ ആ തൊലിയുടെ ആരോഗ്യം നിലനിന്ന് അത് നമുക്ക് എന്ത് ചെയ്യും? മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കി തരുന്നു. മുടി കൊഴിച്ചിലിന്റെ റിസൾട്ട് ഒന്നും ഇതിനെപ്പറ്റി പറയണമെന്നില്ല. എന്നിരുന്നാലും വലിയ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ വെൽഹാർട്ട് 20 വയസ്സ് മുതലുള്ള എല്ലാവരും കഴിക്കണം എന്നാ. വെൽഹാർട്ട് ഹാർട്ടുള്ള എല്ലാവരും കഴിക്കണം എന്നാ പറയാം. ഹൃദയത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് രക്തപ്രവാഹം എളുപ്പമാക്കുന്നു. ശരീരത്തിന്റെ ഉള്ളിലുള്ള മുടിനാരുകൾ ഉണ്ടാവും, സൂക്ഷ്മ രക്തക്കൊഴലുകൾ, അതിലൂടെയുള്ള രക്തപ്രവാഹത്തെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇത് ഉലുവയാണ് പ്രധാന ഇതിന്റെ ചേരുവ. ഉണക്കമുതിരി ഇതൊക്കെ നമുക്ക് ചിറ്റാമൃതൊക്കെ നമുക്ക് വലിയ ഗുണം ചെയ്യുന്ന സംഗതിയാണ്. ഈ ഉണക്കമുതിരി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് ഏതൊരു സമയത്തും അത് വലിയ ഗുണം ചെയ്യുന്ന സംഗതികൾ. ഈ ഉണക്കമുതിരി അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാനും പറ്റുന്ന സംഗതിയാണ്. കത്തിക്കാളിലുണ്ടാവും കേട്ടോ കൂടുതൽ തിന്നാൽ ഈ ഏതൊരു ഉണക്കമുതിരി. വെൽഹാർട്ടിനല്ല, ഉണക്കമുതിരിക്ക്. പിന്നെ യൂറിഫ്രഷ്. ഞാൻ ഈ മൈ ലൈഫിലേക്ക് വരാനുള്ള പ്രധാന കാരണം യൂറിഫ്രഷാണ്. എന്നെ നിർബന്ധിച്ച് ഇതിലേക്ക് കൂട്ടിയപ്പോൾ ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ, ഞങ്ങൾ ഉസ്താദല്ലേ, ഇതൊക്കെ ചികിത്സയ്ക്ക് ഇരിക്കുമ്പോൾ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയ നല്ല സാധനം ഉണ്ട് ഇതിൽ, മൂത്രക്കല്ലിനൊക്കെ നല്ല സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അങ്ങനെ എന്റെ മോന് യൂറിഫ്രഷ് വാങ്ങിയിട്ടാണ് ഇതിലേക്ക് വന്നത് തന്നെ. ഒരു 15 ദിവസം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് സുഖമായി. ഞാൻ ഇതിലേക്ക് സജീവമാവും ചെയ്തു. കിഡ്നി സ്റ്റോൺ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതുപോലെ യൂറിനറി സ്റ്റോൺ ആണെങ്കിലും മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, ശരീരത്തെ നീർക്കെട്ട് തടയാനും കിഡ്നി സംരക്ഷിക്കുന്നതും മൂത്രാശയ സംബന്ധമായ മറ്റു അസുഖങ്ങൾ ഉത്തമമായ നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ യൂറിഫ്രഷ്. കാൽസ്യം നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഐനർജി 100% പ്രകൃതിദത്ത ചേരുവകൾ തയ്യാറാക്കിയ ഐനർജി എന്ന് പറഞ്ഞ ഈ തുള്ളി നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനുള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് സ്ക്രീൻ ഉപയോഗം കൂടിയ കാലഘട്ടമാണല്ലോ. നിർബന്ധമായിട്ട് ഓരോരുത്തരും ഒരു മാസം ഉറ്റിക്കുക എന്നുള്ളത് ഏതൊരാളും തന്റെ കണ്ണ് മറ്റുള്ളതിൽ പരിരക്ഷിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കേണ്ട ഉൽപ്പന്നമാണ്. കണ്ണിന്റെ പൊളിപ്പ്, അതുപോലെ തന്നെ കണ്ണിന്റെ ഉള്ളിലൂടെ വരുന്ന ഒരു ചൊറിച്ചില്, അത് ഈ ലൈറ്റൊക്കെ മുഖത്തേക്ക് അടിച്ചാലും വല്ല കുത്ത് തുടങ്ങി ഒരുപാട് കാര്യത്തിന് പറ്റുന്ന നല്ലൊരു സംഗതിയാണ് ഐനർജി. ശുദ്ധീകരിച്ച പനിനീരാണ് ഇതിലുള്ള കുറെ മരുന്നിന്റെ കൂട്ടത്തിൽ അതാണ് ഒന്ന്. പ്രോനാസിക, മൂക്കിലെ ദശ, മൂക്കിലെ അണുബാധ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ശരീരത്തെ ആവശ്യമായ തോതിൽ ഓക്സിജൻ വലിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നതോടുകൂടി നമുക്ക് പ്രതിരോധം മെച്ചപ്പെടുന്നു. ഇതുകൊണ്ട് പ്രതിരോധം കിട്ടുക എന്നുള്ളതല്ല, കറക്റ്റായിട്ട് ശ്വാസോച്ഛ്വാസം കറക്റ്റായിട്ട് നടക്കുമ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഓക്സിജൻ എത്തുന്നത് കൂടെ ശരീരം കൃത്യമായ പ്രവർത്തനത്തിലേക്ക് എത്തുന്ന നല്ല റിസൾട്ടുള്ള ഉൽപ്പന്നമാണ്. ഇതിൽ ട്രീ ഓയിലും പുതിന എണ്ണയൊക്കെയാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. യൂക്കാലിപ്സ് ഒക്കെ ഉണ്ട്. മുഖത്ത് കണ്ണിന്റെ അടിയിലുള്ള കറുപ്പ് പോകാനുള്ള ഒരു ഉൽപ്പന്നം. സ്ത്രീകളുടെ ഗുഹ്യഭാഗങ്ങള്, സ്വകാര്യ ഭാഗങ്ങള് കഴുകാനുള്ള ഒരു ഉൽപ്പന്നം. ബി വാഷ് ഒക്കെ ഉണ്ടല്ലോ മാർക്കറ്റിൽ, എന്നതുപോലെ ഉപയോഗിക്കുന്ന നല്ലൊരു സാധനം. നല്ല റിസൾട്ട് ആട്ടോ അത്. സോറി, ഈ വാതിൽ നടക്കട്ടെ, മഴ വരുന്നുണ്ട് പുറത്ത്. ശരീരത്തിലെ അമിതമായ കൊഴുപ്പിനെ ഇല്ലാതാക്കുക. തടി കുറക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമിതമായ കൊഴുപ്പിനെ, ഈ വയറിന്റെ ഭാഗത്തൊക്കെ ഉണ്ട് ഒരു കട്ടിപ്പുണ്ടാവും ലേഡീസിനൊക്കെ കാര്യമായിട്ട്, അത് കുറക്കുന്നു എന്നുള്ളത് വീട്ടിലൊക്കെ റിസൾട്ട് ഉണ്ട് നമുക്ക്. ഇത് ഹെർബൽ റോളാനോൾ ഇൻഹലർ ആണ്. തലവേദനക്ക് അതുപോലെ ചെറിയ വീക്കത്തിനൊക്കെ പറ്റുന്ന, കയ്യിൽ വെറുതെ വലിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ട്. നല്ല ഏത് കഫങ്ങളും ഇല്ലാതായി പോകും. മൂക്കടപ്പൊക്കെ പോവും, തലവേദന പോവും, മൂക്കിൽ അണുബാധ ഇല്ലാതാകും. നല്ലൊരു ഇൻഹലറാണ് നമ്മുടെ ഈ ഉൽപ്പന്നം. വീക്കം എവിടെയും തട്ടിങ്ങാണ്ട് വീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീങ്ങിയ ഭാഗത്ത് തേച്ചാൽ ആ വീക്കം പെട്ടെന്ന് ചുരുങ്ങും. ആയുഹയില് കാലുവെള്ളിച്ചക്കാണ് ഇതുള്ളത്. കാലുവെള്ളിച്ചക്കാണെങ്കിൽ ഇത് ഒരുപാട് റിസൾട്ടുകൾ, പല റിസൾട്ടും ഇതിനെ പറ്റി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കുഴിനകത്തിന് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്, അരിമ്പാറക്ക് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇന്നലെ ആരോ വേറെ പുതിയ റിസൾട്ട് പറഞ്ഞല്ലോ. പിന്നെ ഇന്നതുപോലെ ഒരുപാട് കാര്യത്തിനെ പറ്റും. നോ വൂണ്ട് ഹീലിംഗ് ക്രീം, പൊള്ളല്, മുറിവ് പോലത്തെ കേസിന്. പ്രമേഹക്കാരുടെ കാലിൽ ഉണ്ടാകുന്ന പ്രത്യേക മുറി, രക്തയോട്ടം കുറഞ്ഞിട്ടുള്ള മുറി ഉണ്ടല്ലോ, ആ മുറിക്ക് വലിയ, ഇത് കമ്പനിയുടെ സൈറ്റിൽ തന്നെ പറയുന്ന റിസൾട്ട് കൂടിയാണ് അത്. റിസൾട്ട് അല്ല, ഒരു നിർദ്ദേശം. ഏതൊരു വീട്ടിലും ആവശ്യമായ ഉൽപ്പന്നമാണ് അത്. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ഹെർബൽ പേസ്റ്റ്. ഹെർബൽ പേസ്റ്റിനെ പറയുമ്പോൾ എനിക്ക് കുറെ പറയാനുണ്ട്, പക്ഷേ സമയം കഴിഞ്ഞു. എന്നിരുന്നാലും നമുക്കറിയാം, പൊതുവെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില പേസ്റ്റുകൾ ഉണ്ടല്ലോ, പേര് അറിയുന്നില്ല. ആ പേസ്റ്റിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് 6 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നിടത്ത് വെക്കരുത്, ചെറിയ കുട്ടികൾക്ക് കൊടുക്കരുത് ഡോക്ടറോട് ചോദിക്കാതെ, പൊതുവെ നന്ന ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുതിർന്ന ആളുകൾ കൂടെ വേണം, വിഴുങ്ങരുത്, ഒരു പയറ് മണിയോളം ഉപയോഗിക്കാവൂ, അമിതമായി അകത്ത് ചെന്നാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ വിഷനിർമ്മാർജ്ജന കേന്ദ്രത്തിലോ വിവരം അറിയിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതാണ് ബാക്കിൽ നോക്കി നിങ്ങൾക്ക് അറിയാം. ആ പേസ്റ്റിന്റെ പേരും വാണിംഗ് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും അത് കിട്ടും. എന്നാൽ നമ്മുടെ ഈ ഹെർബൽ പേസ്റ്റ് യാതൊരുവിധ വാണിംഗും ഇല്ല, ആർക്കും പിന്നെ തേക്കാൻ പറ്റും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ. പിന്നെ മാത്രമല്ല, ലേശം അകത്തേക്ക് പോയാൽ പോലും ഒരു പേടിയും പേടിക്കണ്ട, അകത്തേക്ക് കഴിക്കാനുള്ളതൊന്നും അല്ല കേട്ടോ ഉൽപ്പന്നം. എന്നിരുന്നാലും അതുപോലെ മറ്റൊരു പേസ്റ്റാണ് റെഡ് ഹെർബൽ പേസ്റ്റ്. പിന്നെ അത് ഫ്രഷ്കോ ഗാർഡ് ഒരു ജെല്ലാണത്. പിന്നെ നമ്മുടെ തുളസി മിന്റ്, ആ വില കുറഞ്ഞ സോപ്പ്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ പിന്നെ പെർഫ്യൂമുകളുണ്ട്. നമുക്ക് മുടി കറുപ്പിക്കാനുള്ള ഉൽപ്പന്നം. പിന്നെ പേഴ്സണൽ കെയർ ഐറ്റംസ്, ഫെയർനെസ് ക്രീം, ഫേസ് വാഷ്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന്റെ എണ്ണ. നല്ല റിസൾട്ടാണ് ഈ സാധനത്തിനൊക്കെ. ആന്റി ഡാൻഡ്രഫ് ഷാമ്പു, താരം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് വലിയ ഗുണം ചെയ്യുന്ന ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ നോർമലായിട്ട് തേക്കാനുള്ളതാണ് കംപ്ലീറ്റ് കെയർ ഷാമ്പു. പിന്നെ 5 വിധ സോപ്പുകൾ, ഇതൊക്കെ ലക്സറി സോപ്പുകളാണ്. അത് ഈ അടി കാണുന്ന വലുതാക്കി കൊടുത്ത നീം സോപ്പ് നമുക്ക് ശരീരത്തിൽ പാടുകൾ കളയാൻ, ചൊറി മുറി പോലെയുള്ള കേസിലൊക്കെ നല്ലതാണ്. ഇത് ബോഡി ലോഷൻസുകളാണ്, ഒക്കെ വ്യത്യസ്തമാണ്. ഈ ചുവന്ന റോസ് കളറിൽ കാണുന്നത് വൈറ്റനിങ് ബോഡി ലോഷൻ ആണ്. അതുപോലെ തന്നെ ബോഡി ബട്ടർ ക്രീം, നമ്മുടെ ഒരു ഹാൻഡ് വാഷ് ഉണ്ട്. പിന്നെ പേസ്റ്റൽ കെയറിന്റെ കൂട്ടത്തിൽ നമ്മുടെ 5 വിധ സോപ്പുകളുണ്ട്, കുറെ ഐറ്റംസുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇത്രയും കാര്യങ്ങൾ കൂടുതൽ ഇതിനെ പറ്റി പറയാനുള്ളൂ. ഒരുപാട് ഇനിയും പറയാനുണ്ട്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കാണ്, കാരണം സമയം 50 പിന്നെ 4:45 കഴിഞ്ഞല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇന്ത്യ നമ്മുടെ ഭൂവസ്ത്ര പോലെയുള്ള കേസുകൾ, നമുക്ക് കൃഷിത്തോട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് ഇന്ത്യാഗ്രോ ഐറ്റംസുകൾ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് ലഭിക്കാനുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കുന്നത് പോലെ തന്നെ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വിഷങ്ങൾ ഇട്ടതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ തോതിൽ അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ലേശം പിന്നെ വളമ നല്ലത് ഇടുക എന്ന് വിചാരിച്ച് കെമിക്കൽ കുറഞ്ഞ വളമകൾ ഇടാൻ പറ്റുന്ന ഇന്ത്യാഗ്രോ ഐറ്റംസുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികളാണ്, 120ഓളം സാധനങ്ങൾ നമ്മുടെ മുന്നിൽ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം പാടെ ഞാൻ പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇനിയും പറയാനൊക്കെ ധാരാളമുണ്ട്. ഓരോന്ന് വിശദീകരിക്കുകയാണെങ്കിൽ കൂടുതൽ പറയാനുണ്ട്, സമയം കുറവുണ്ടാകുമ്പോൾ പറഞ്ഞിട്ടില്ല. പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമുക്ക് മറ്റുള്ള സാധാരണഗതിയിൽ മെഡിസിൻ വിഭാഗത്തിലേക്ക് പോകേണ്ടി വരും, സ്വാഭാവികമാണ്. എന്നിരുന്നാലും അത്യാവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഓടിപ്പോകാൻ ചെയ്യുന്നവരെ ഒരുവിധം കാര്യങ്ങളൊക്കെ 2 ദിവസം നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തി നോക്കിയിട്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പനിയൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് ഓടി ആ പനി അമർത്താൻ നോക്കാതെ നമ്മൾ 2 ദിവസം നമ്മൾ ഉൽപ്പന്നം കഴിച്ചിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡോക്ടറെ അടുത്ത് പോകാലോ. എന്നാൽ ആദ്യം തന്നെ പോയിട്ട് ആ പനി കുറക്കുന്ന സാഹചര്യമല്ല വേണ്ടത്, പനിയുടെ കാരണം ഒഴിവാക്കുന്ന ഉൽപ്പന്നം നമ്മുടെ കയ്യിലുണ്ട്, അത് കഴിച്ച് നോക്കുക എന്നുള്ളതൊക്കെയാണ്. ഇങ്ങനെ എല്ലാ നിലക്കും നമ്മളെ ഉൽപ്പന്നം ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെ വീട്ടുകാരെ ശീലിപ്പിക്കണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഞാൻ ഇപ്പൊ ഇന്ന് ഇവിടെ പൊട്ടിച്ചു വെച്ചത്, പിന്നെ എന്റെ വീട്ടില് 5 സ്റ്റെപ്സ് ഉണ്ട്, ഇവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇമ്മ്യൂനാത്രി ഉണ്ട്, മുരിങ്ങ ക്യാപ്സൂൾ ഉണ്ട്, നോബലിൻ ക്യാപ്സൂള്, മാനശക്തിമാന്, അതുപോലെ തന്നെ ഗ്രോത്ത് 7, പിന്നെ പ്രോബയോട്ടിക് പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ കവചപ്രാശ് ലിവാഗേന്, പിന്നെ വുമൺ കമ്പാനും ഫീലിംഗ് ഒക്കെ ഇപ്പൊ പൊട്ടിച്ച്, അതുപോലെ 95 ഒന്ന് പൊട്ടിച്ച് കേൾപ്പിയാണ്. ഇങ്ങനെ ഒരുപാട് യൂറിപ്ലസ് പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിലവിൽ ഒരുപാട് ആശുപത്രി കുറഞ്ഞു. ഇപ്പൊ ഈ ഒരു കൊല്ലത്തിനടക്ക് ഞാൻ ഒരു വട്ടമാണ് പോയത്. ഒരു വട്ടം, ആ ഒരു കാര്യത്തിന് 2-ാം വട്ടം പോയതുകൊണ്ട് 2 വട്ടമായിരുന്നേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യത്തിനാണ് ഈ കഴിഞ്ഞ ഒരു 1.5 കൊല്ലത്തിനടക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്.